മക്കളെ, ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹമില്ല പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണത്? നിങ്ങളുടെ പേരൻസിനാണെങ്കിലും അതിന് ഇരട്ടി ആഗ്രഹമുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇൻസ്റ്റഗ്രാമിൽ റീൽസ് നോക്കിയിരിക്കുന്നു. ഫുൾ ഡിസ്ട്രാക്ഷൻസ്. ഈ ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് ഒട്ടനവധിയാണ് മക്കളെ. Google, Twitter, Instagram. ഈ ഡിസ്ട്രാക്ഷൻ നിങ്ങൾ കുറച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോകണം. A whole generation is more anxious, more depressed. ഈ ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെ കൊല്ലുമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പൊ എങ്ങനെയാണ് ഡിസ്ട്രാക്ഷൻസ് വരുന്നത്? ആദ്യം തന്നെ നിങ്ങളോട് ആരെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മോട്ടിവേഷണൽ വീഡിയോ കാണുന്നു, നേരെ പോയി പഠിക്കാനിരിക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്തിട്ട് ഒരു 5 മിനിറ്റ് റീൽസ് കണ്ടു കളയാന്ന് വിചാരിക്കുന്നു. പോകുന്നു, തോണ്ടി അങ്ങനെ പോവുകയാണ്. 2 മണിക്കൂർ പിന്നിട്ടു, 3 മണിക്കൂർ പിന്നിട്ടു, 4 മണിക്കൂറായി. നിങ്ങൾ രാത്രി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് റിഗ്രറ്റ് കടന്നു വരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നിനും പറ്റാത്തവനായി എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് അടുപ്പിച്ച് ഒരു വഴിയാക്കി. ശരിയല്ലടാ? ഇങ്ങനെയാണോ നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങുന്നത്, അല്ലെങ്കിൽ നല്ല സ്കോർ ഉണ്ടാക്കുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ ഇങ്ങനെയാണോ പേരൻസിനെ പ്രൗഡ് ആക്കുന്നത്? ചെയ്യരുത് മക്കളെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സക്സസ് ആയിട്ടുള്ള ആളുകളും എല്ലാവർക്കും ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഈ ഡിസ്ട്രാക്ഷനെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ തട്ടിക്കളയാൻ പറ്റണം. ആദ്യം തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അതെങ്ങനെ? നിങ്ങൾ പേരൻസിന്റെ മുഖം ഒന്ന് മനസ്സിലേക്ക് എടുത്തു നോക്കും. അവര് ചെറുപ്പകാലം തൊട്ട് നിങ്ങൾ ഇങ്ങനെ പോറ്റി വളർത്തി എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടാവൂടാ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റൂ? വലിയ കാർ വാങ്ങിക്കൊടുക്കണോ, വീട് വാങ്ങിക്കൊടുക്കണോ? ഒന്നും ചെയ്യണ്ട. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അക്കാഡമിക്സിൽ നല്ല മാർക്ക് വാങ്ങി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ശരിയല്ലേടാ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഡിസ്ട്രാക്ഷനെ ബീറ്റ് ചെയ്യാൻ പോകുന്നത് നോക്കല്ലേ? യെസ്, സ്റ്റെപ്പ് നമ്പർ 1 അല്ലെങ്കിൽ ടിപ്പ് നമ്പർ 1. ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുപാട് സമയം കഴിയുന്നില്ല. അതുതന്നെയല്ലേ ഈ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു 15 മിനിറ്റ് പഠിക്കും. അപ്പോൾ 15 മിനിറ്റ് പഠിച്ചിട്ട് എന്താ കാര്യം സാറേ? യെസ്, ഒരു 15 മിനിറ്റ് പഠിക്കും. യെസ്, 15 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ, അല്ലേ, അതുപോലെ എന്ത് ചെയ്യാൻ, ഇൻസ്റ്റഗ്രാം നോക്കാനുള്ള ഒരു വ്യഗ്രത വരും. ശരിയല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഈഗോ വർക്കാണ് അവിടെ. ഇല്ല, ഞാൻ എങ്ങനെയെങ്കിലും ഒരു 10 മിനിറ്റും കൂടി പഠിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ സെറ്റാണ്. അപ്പോൾ 15ഉം 10ഉം 25 മിനിറ്റ് നിങ്ങൾ പഠിച്ചു. മതി നിർത്തിക്കോ. ഒരു 5 മിനിറ്റ് നിങ്ങൾ പോയി ഫോൺ നോക്കിക്കോ. ശരി, സമ്മതിച്ചു. 5 മിനിറ്റേ നോക്കാവേ. 5 മിനിറ്റിന് അധികം കഴിയാൻ പാടില്ല. 5 മിനിറ്റ് ഫോൺ നോക്കി അവിടെ വെച്ചേക്ക്. ഒരു പാട്ടൊക്കെ അങ്ങ് കേട്ടോ, എന്നിട്ട് അങ്ങോട്ട് നിർത്തിക്കളയാ. എന്നിട്ട് വേഗം പോയിട്ട് അടുത്ത സെറ്റിൽ നേരെ പോയി ഒരു 15 മിനിറ്റ് കൂടി പഠിക്കാനിരിക്കുക. ഓക്കെ, സ്വാഭാവികമായിട്ടും ടെൻഡൻസി വരും. വേണ്ട, നിർത്തണ്ട. ഒരു 10 മിനിറ്റ് കൂടി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്ക്. എന്നിട്ട് എന്ത് ചെയ്യാ? ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്ക്. സാർ എന്താ ഈ പറയുന്നത്? ഇങ്ങനെ ചെയ്താലുള്ള ഡിഫറൻസ് എന്താ? ഞാൻ ഒരു ഗ്രാഫ് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, സാധാരണ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് നോക്കിയേ. ആദ്യത്തെ ഗ്രാഫ് നോക്കിയോ. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. മൊത്തം പോയി, താഴേക്ക് പോയി. കഴിഞ്ഞു. ശരിയാണ്. ഇതാണോ പ്രോഗ്രസ്? കാണിച്ചു തരാം. നോക്കിയോ. നമ്പർ 2. ഇപ്പൊ നമ്മൾ രീതി അപ്ലൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രാഫ് ഇതാണ്. നമ്മൾ ഒരു 15 മിനിറ്റ് പഠിക്കുകയാടാ. സെറ്റ്. 15 മിനിറ്റ് പഠിച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് പഠിക്കുന്നുണ്ട് നമ്മുടെ വാശി. യെസ്, പഠിച്ചു. ഇനി എന്ത് ചെയ്യുന്നു? ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു. ശരിയല്ലേ? യെസ്, വീണ്ടും ഒരു 15 മിനിറ്റ് പഠിക്കുന്നു. ഒരു 5 മിനിറ്റ് കൂടി എന്ത് ചെയ്യാണ്? റെസ്റ്റ് എടുക്കുകയാണ്. കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാ മക്കളെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. നോക്കടാ, അങ്ങനെ പടിയായിട്ട് ഉയർന്നു പോകുന്നത്. ശരിയല്ലേ? നോക്ക്, ഇതാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം കൂടി പറയാം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ ദിവസം നിങ്ങൾ 15 മിനിറ്റ് ആണ് മറ്റേ സ്ട്രെച്ചിൽ ഇരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ദിവസം അത് 20 ആക്കുക, മൂന്നാമത്തെ ദിവസം 25 ആക്കുക. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോവുക. യെസ്, ഓക്കെ, പൊളിയല്ലേ? അപ്പൊ ഇത് ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഡേ ബൈ ഡേ നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീട് ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ഒരു ഇഷ്ടികയോ അല്ലെങ്കിൽ ഒരു ചെങ്കല്ലോ എന്തെങ്കിലും ഒരു കല്ല് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ പറഞ്ഞ സ്മോൾ സ്റ്റെപ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ 2ലേക്ക് പോയാലോ? നമ്പർ 2. യെസ്, നമ്പർ 2 എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് റിഗ്രറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ കമ്പാരിസൺ പാടില്ല. അതിന് രണ്ടാമത്തത് എന്ന് പറയുന്നത്, നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ? നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ നേരെ പോയാൽ നിങ്ങളുടെ ജീവിതത്തെ കമ്പയർ ചെയ്യുന്നത് അംബാനിയെ വെച്ച്. ശരിയല്ലേ? ഇലോൺ മസ്കിനെ വെച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ കമ്പയർ ചെയ്യുക. അയാൾക്ക് കുറേ പൈസ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. നിങ്ങൾ താഴേക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ആഹാരമില്ലാത്ത, അതുപോലെ വസ്ത്രമില്ലാത്ത എത്ര കുട്ടികൾ, എത്ര മനുഷ്യന്മാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അതിനൊക്കെ വെച്ച് നോക്കുക, ലക്ഷക്കണക്കിന് മടങ്ങ് അധികമാണ്. അത്രയും സുഖ സൗകര്യമുള്ള ഒരു ജീവിതം തന്നെയാണ് നമ്മുടെ
അല്ലേ? എക്സ്ക്യൂസസ് ആണിത്. യെസ്. അപ്പോൾ കമ്പാരിസൺ അവിടെ വേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ടോപ്പേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യും. അക്കാഡമിക്സിലാണെങ്കിൽ ടോപ്പേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യും. ഒരു നല്ല മാർക്ക് ഉണ്ടല്ലോ, ഓൻ ഡെയിലി 6 മണിക്കൂർ പഠിക്കുന്നുണ്ടല്ലോ, ശരിയല്ലേ? ഞാനാണെങ്കിലോ ദിവസം എന്ത് ചെയ്യാണ്? 2 മണിക്കൂറേ ഉള്ളൂ പഠിക്കുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 15 മിനിറ്റ് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇൻക്രീസ് ചെയ്ത് 2 മണിക്കൂറിലെത്തിയത്. കണ്ടോ? ഇതാണ് പ്രോഗ്രസ്. ഓക്കെ, അപ്പം നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ആളുകൾക്കും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത്. കമ്പയർ ചെയ്യേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ പരമാവധി നൽകാൻ പറ്റുമെങ്കിൽ അത് മതി. യെസ്, അവിടെയാണ് വിജയം എന്ന് പറയുന്നത്. കമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്പർ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ പോകുന്നു. നമ്പർ 3 ആണ് സോഷ്യൽ മീഡിയ. യെസ്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രശ്നമാക്കുക, അല്ലേ? ഇതൊക്കെ അല്ലേ നിങ്ങൾക്ക് പ്രശ്നമാക്കുക എന്നല്ല, ഇതൊക്കെ ഈ ഒരു ലൂപ്പിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് പുറത്ത് കിടക്കാം. യെസ്, നോക്കട്ടെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പുറത്ത് കിടക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഹോം പേജിലാണുള്ളത് ആയിരിക്കും. ഫോണിൻ്റെ ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ ഇവിടെ കാണും ഇൻസ്റ്റഗ്രാം. അതിനെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. ഓക്കെ, ഹോം പേജിൽ ഇൻസ്റ്റഗ്രാം വേണ്ട. അപ്പം നിങ്ങൾക്ക് അത് തുറക്കാനുള്ള ടെൻഡൻസി ഒന്ന് കുറഞ്ഞു കിട്ടും. ഓക്കെ, സെറ്റാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഓരോ പഠിത്തമൊക്കെ പഠിക്കുന്ന സമയത്ത്, കൃത്യമായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻസ്റ്റഗ്രാമിനെ ഇൻസ്റ്റാൾ ചെയ്തേക്കാം. ഓക്കെ, പാസ്വേഡ് റിമെമ്പർ ചെയ്തോ? പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, നിങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പാസ്വേഡ് അടിച്ച് തന്നെ ലോഗിൻ ചെയ്യാം. ഓക്കെ, പാസ്വേഡ് അടിച്ച് തന്നെ ലോഗിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ തവണ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? ഓഫ്, പാസ്വേഡ് അടിക്കണമല്ലോ, ഇങ്ങനെ കുറച്ച് പണിയാണല്ലോ, അല്ലേ? അപ്പം അങ്ങനെ ഒരു സാധനം വെച്ചാൽ നമുക്ക് അതിനെ കുറയ്ക്കാൻ പറ്റും. ശരി, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനത്തെ ഒരു കൺട്രോൾ വെക്കുക. അതൊക്കെ നോക്കണം. അത് നോക്കിയാൽ നമുക്ക് ലോകത്ത് നടക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇതിൽ വഴി അറിയാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ടൈം കുറയ്ക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമ്പർ 2 എന്ന് പറയുന്നത് യൂട്യൂബാണ്. ഓക്കെ, നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങളിപ്പോൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ ബ്ലോഗ്, കോഴിക്കറി പൊരിച്ചത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ? യെസ്. ഓക്കെ, ഇന്ന് നമ്മുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പരിപാടികൾ കാണാം. യെസ്, ഇതല്ല വേണ്ടത്. നിങ്ങൾ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് തുടങ്ങുക. ആ അക്കൗണ്ടിൽ നിങ്ങൾ കാണുന്ന വീഡിയോസ് എഡ്യൂക്കേഷൻ വീഡിയോസ് ആയിരിക്കണം, അതുപോലെ തന്നെ മോട്ടിവേഷണൽ വീഡിയോസ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ആ ഒരു അക്കൗണ്ടിൽ കാണാൻ പാടുള്ളൂ. യെസ്, അപ്പം നമ്മൾ ഡിസ്ട്രാക്ഷനെ വീണ്ടും കുറച്ചു കണ്ടോ? അപ്പോൾ ഇൻസ്റ്റഗ്രാമിനും യൂട്യൂബിനും ഒക്കെ നമ്മളൊരു ലിമിറ്റ് വെക്കുകയാണ്. മനസ്സിലായോ? അതുപോലെ ഡെയിലി ഇത്ര സമയം എന്നുള്ള രീതിയിലൊക്കെ ഒരു പരിധി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാവും. ഓക്കെ, സെറ്റാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒരു ഫയർ ഇട്ടിട്ട് അറിയിക്കുകയും കൂടി വേണേ. ഓക്കെ, യെസ്. അവസാനമായിട്ടൊരു കാര്യം പറയാം. ഇന്നലെ വരെ നിങ്ങൾ എന്തായിരുന്നു എന്നതിന് പ്രാധാന്യമില്ല. ഇന്നു മുതൽ നിങ്ങൾ കൃത്യമായിട്ട് പഠനത്തിലും കാര്യത്തിലും അതുപോലെ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി ഒന്ന് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം മക്കളെ. നിങ്ങളുടെ ലൈഫിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ്, പുരോഗതി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ റെഡി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു തംസ് അപ്പ് ഒക്കെ തന്നിട്ട് അടിച്ചുപൊളിയാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.